കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് ഏറെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണ്. സഭയുടെ നെടുന്തൂണുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് വിശുദ്ധരെയാണ് സഭ ഇന്ന് ഓർത്തു പ്രാർത്ഥിക്കുന്നത്, അനുസ്മരിക്കുന്നത്. വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. ജൂൺ മാസം 29-ാം തീയതി ഈ രണ്ട് വിശുദ്ധരുടെയും ഓർമ്മദിനം നാം കൊണ്ടാടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ഈ വിശുദ്ധർ സമ്മാനിച്ച വിശ്വാസ തീഷ്ണതയും നിശ്ചയദാർഢ്യവും ഒക്കെ സ്വാംശീകരിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ അനുഗ്രഹമാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ഈ നാമധാരികൾക്ക് ഏറെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കത്തോലിക്ക തിരുസഭയുടെ നെടുന്തൂണുകളായ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ജൂൺ മാസം 29-ാം തീയതി തിരുസഭ ആഘോഷിക്കുന്നു. വിശുദ്ധ പത്രോസ് അന്ത്രയോസ് ശ്ലീഹായുടെ അനുജനും യോനായുടെ പുത്രനുമായ ശെമയോൻ ഗലീലിയിൽ ബത്സയിദായിൽ ജനിച്ചു. വിവാഹത്തിന് ശേഷം ശെമയോൻ കഫർനാമിലേക്ക് മാറി താമസിച്ചു. അന്ത്രയോസും ഒപ്പം സ്ഥലം മാറി. മീൻപിടുത്തത്തിൽ അവർ മുഴുകിയിരുന്നുവെങ്കിലും രക്ഷകന്റെ ആഗമനത്തെ അവർ തീഷ്ണതയോടെ കാത്തിരിക്കുകയായിരുന്നു. സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ രണ്ട് സഹോദരന്മാരും അദ്ദേഹത്തിന് ശിഷ്യന്മാരായി തീർന്നു. അദ്ദേഹം അവർക്ക് ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടിനെ കാണിച്ചു കൊടുത്തു. അന്ത്രയോസ് ശിമയോനെ ഈശോയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഈശോ അരുളി ചെയ്തു, നീ യോനായുടെ പുത്രനായ ശിമയോനാണല്ലോ, ഇനിമേൽ നീ കേപ്പ, അതായത് പത്രോസ് എന്ന് വിളിക്കപ്പെടും. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് മനുഷ്യപുത്രൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ഈ പേരുമാറ്റത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു വ്യക്തമാക്കി. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. നരകവാതിലുകൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. പുനരുത്ഥാനത്തിനു ശേഷം തിബേരിയൂസ് സമുദ്രതീരത്ത് വെച്ച് യേശു ഈ അധികാരമെല്ലാം പത്രോസിന് ഏൽപ്പിച്ചു കൊടുത്തു. മറ്റു ശ്ലീഹന്മാരെക്കാൾ കൂടുതലായി തന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഈശോയുടെ ചോദ്യത്തിന് വിനയപൂർവ്വം അങ്ങേക്കറിയാമല്ലോ എന്ന് മാത്രം മറുപടി പറയുന്നു. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ലെന്നുള്ള ഭാഷയൊക്കെ മാറിപ്പോയി. അപ്പസ്തോലന്മാരുടെ പേര് നൽകുമ്പോൾ പത്രോസിന്റെ പേര് പ്രഥമ സ്ഥാനത്താണ് എപ്പോഴും. താബോറിലേക്കും ഗത്സമനിലേക്കും 3 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പത്രോസിനെ തിരഞ്ഞെടുത്തതും ദൈവാലയ നികുതി തനിക്കും പത്രോസിനും വേണ്ടി കൊടുത്തതും പ്രത്യേക പരിഗണനയാണ്. പെന്തക്കോസ്ത കഴിഞ്ഞപ്പോൾ പത്രോസ് പ്രത്യേകം വിരാജിക്കുന്നു. യൂദാസിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. വിജാതീയനായ കൊർണേലിയോസിന്റെ കുടുംബത്തെ സ്നാനപ്പെടുത്തുന്നു. 7 കൊല്ലത്തോളം അന്ത്യോക്യയിൽ ചെലവഴിച്ച ശേഷം 25 വർഷം റോമായിൽ പേപ്പൽ സിംഹാസനം പത്രോസ് അലങ്കരിച്ചു. AD 67 ജൂൺ 29-ാം തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പത്രോസിനെ വത്തിക്കാൻ കുന്നിൽ കുരിശു തറച്ചു കൊന്നു. തന്റെ ഗുരുവിനോടൊപ്പമാകാതിരിക്കുവാൻ തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കണമെന്ന് പത്രോസ് ആവശ്യപ്പെട്ടു. അന്ന് തന്നെ ആയിരുന്നു അത്രേ പൗലോസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വവും. പത്രോസ് ഇന്നും തന്റെ പിൻഗാമികൾ വഴി സംസാരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു. പേപ്പൽ സ്ഥാനത്തോടുള്ള ഭക്തിയാദരവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വിശുദ്ധി. കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ ഉത്സാഹിക്കുവൻ എന്നാണ് പത്രോസ് ശ്ലീഹായുടെ ഉപദേശം. വിശുദ്ധ പൗലോസ് ബെഞ്ചമിന്റെ ഗോത്രത്തിൽ ഏഷ്യ മൈനറിൽ താർസൂസ് എന്ന നഗരത്തിൽ ജനിച്ചു. അന്ന് ആ നഗരം റോമാക്കാരുടെ കൈവശമായിരുന്നതിനാൽ പൗലോസ് റോമൻ പൗരത്വം അവകാശപ്പെട്ടിരുന്നു. ജെറുസലേമിൽ പ്രസിദ്ധനായ ഗമാലിയേലിന്റെ അടുക്കൽ പൗലോസ് നിയമവും സാഹിത്യവും അഭ്യസിച്ചു. പ്രഥമ രക്തസാക്ഷിയായ സ്റ്റീഫന്റെ നേർക്ക് കല്ലെറിഞ്ഞവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്നത് സാവൂളാണ്. അതായിരുന്നു ക്രിസ്ത്യാനിയാകുന്നതുവരെ പൗലോസിന്റെ പേര്. സാവൂളിന്റെ മാനസാന്തര ചരിത്രം അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ഗലാത്രിക്കുള്ള ലേഖനത്തിലും ചേർത്തിട്ടുണ്ട്.
കർത്താവിന്റെ ശിഷ്യരെയെല്ലാം കൊന്നെടുക്കുമെന്ന് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഭീഷണി മുഴക്കിയിരുന്ന സാവൂൾ മഹാപുരോഹിതനെ സമീപിച്ചു. ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നതിന് ദമാസ്കസിലെ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സാവൂൾ ദമാസ്കസിന് സമീപമെത്തിയപ്പോൾ ആകാശത്തു നിന്ന് ഒരു പ്രകാശം വീഴുകയും അദ്ദേഹം നിലത്തു വീഴുകയും ചെയ്തു. ഈശോ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന നസറത്തുകാരനായ ഈശോയാണ് ഞാൻ. മർദ്ദകനായ സാവൂൾ പൗലോസായി മാറി. അനനിയാസിന്റെ പക്കൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പൗലോസ് കുറെ ദിവസം ദമാസ്കസിൽ താമസിച്ചു. പിന്നീട് 1-2 വർഷം അറേബ്യയിൽ ധ്യാനത്തിൽ കഴിച്ചുകൂട്ടി. അനന്തരം പൗലോസ് ദമാസ്കസിലേക്ക് മടങ്ങുകയും അവിടെ ക്രിസ്തുവിന്റെ ദൈവത്വം പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം യഹൂദരുടെ വിദ്വേഷപാത്രമായി. തന്നിമിത്തം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ജെറുസലേമിൽ വന്ന് പത്രോസിനെ കണ്ട് ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിച്ചു. 15 ദിവസം പൗലോസ് ജെറുസലേമിൽ താമസിച്ചു. വീണ്ടും അദ്ദേഹം താർസൂസിലേക്ക് മടങ്ങി സുവിശേഷ പ്രസംഗം തുടങ്ങി. ക്രിസ്തുവർഷം 45 മുതൽ 57 വരെയാണ് ശ്ലീഹായുടെ 3 പ്രേക്ഷിത യാത്രകൾ. AD 57 കേസറിയായിൽ വെച്ച് അദ്ദേഹം ബന്ധനസ്ഥനായി. 2 കൊല്ലം അവിടെ കാരാഗ്രഹത്തിൽ കിടന്ന ശേഷം റോമായിലെത്തി. അവിടെ വെച്ച് വീണ്ടും ശ്ലീഹ ബന്ധനസ്ഥനായി. AD 67 ആണ്ട് ജൂൺ 19 തീയതി റോമായിൽ വിയ ഓസ്തിയായിൽ വെച്ച് ശ്ലീഹായുടെ തല വെട്ടിയെന്നും 3 പ്രാവശ്യം ആ ശിരസ് കുതിച്ചു ചാടിയെന്നും ശിരസ് പതിച്ച ഓരോ സ്ഥലത്തും ഓരോ ഉറവയുണ്ടായെന്നും പറയപ്പെടുന്നു. ശ്ലീഹ 14 ലേഖനങ്ങൾ പല സഭകൾക്കും ആളുകൾക്കുമായി എഴുതിയിട്ടുണ്ട്. അവയിൽ ശ്ലീഹായുടെ ആധ്യാത്മികതയും പാണ്ഡിത്യവും തെളിഞ്ഞു കാണാം. പൗലോസിന്റെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയം പോലെ ആയിരുന്നുവെന്ന് വിശുദ്ധ ക്രിസോസ്തം പറയുന്നു. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, മിശിഹ എന്നിൽ ജീവിക്കുന്നു എന്ന് ശ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കും നമ്മുടെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കുവാൻ പരിശ്രമിക്കാം. സഭയുടെ നെടുംതൂണുകളായ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കാൻ ഇത് കാരണമാവട്ടെ. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഘോഷണവും വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ വിശ്വാസ തീഷ്ണതയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഈ തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടു കൂടെ നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.